അങ്ങനെ ഒരു ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോവാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ജീവിത ശീലമായി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മൈൻഡ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ലേറ്റർ ഓൺ ആ മെച്യൂരിറ്റി നമ്മളിൽ വളരെ ഒരു നാച്ചുറലി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനീഷ്യലി നമ്മൾ അതിനു വേണ്ടി കുറച്ച് വർക്കൗട്ട് ചെയ്യണം. കുറെ കഴിഞ്ഞാൽ നമ്മളും അതും ഇതങ്ങോട്ട് ഒരു സെറ്റിംഗ് വരും. ആ സെറ്റിങ്സ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന പോലെ ഇനീഷ്യലി നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കണം, ഗിയർ എവിടെ, ക്ലച്ച് എവിടെ, ബ്രേക്ക് എവിടെ, ഒരു ബോധമില്ല. അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ സ്കൂട്ടുകാരൻ വരും, നിങ്ങൾ സൈഡാക്കും. ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നിങ്ങൾ, അതുകൊണ്ടാണ് എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരുടെ ഓർമ്മയ്ക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറിക്കുള്ളൂ. കാരണം എനിക്ക് അത്ര ഉറപ്പില്ല ഇത് എവിടെയാണുള്ളത്. മനസ്സിലായി? ഇത് എവിടെയാണ് ഈ സാധനങ്ങൾ കിടക്കുന്നത്? ഐ ഡോണ്ട് നോ മച്ച്. സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. അപ്പൊ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കും. ലേണിംഗ് എന്നാണ് പറയാൻ, പക്ഷേ ഇറ്റ്സ് എ റിമൈൻഡിങ് ഫോർ അതേഴ്സ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. കാരണം ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വേർ ഇറ്റ് ഈസ്, വാട്ട് ഇറ്റ് ഈസ്. പക്ഷെ കുറേ ദിവസം നിങ്ങൾ നോക്കൂ, ഇനീഷ്യലി ഡ്രൈവിംഗ് പഠിച്ചവര് ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ പോയിട്ടാണ് പഠിക്കുക, ആണോ? നിങ്ങൾ ആരെങ്കിലും ഈ മറ്റേ HAL ഈ ഫേസ് 2 പോയിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ട്? ആദ്യം ആർക്കും തരില്ല. കാരണം നിങ്ങൾ ആ വണ്ടി കേടുവരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനീഷ്യലി നമ്മളിങ്ങനെ ഒരു ഓപ്പൺ സ്ഥലത്തൊക്കെ പോയി പരിശീലിച്ച് പിന്നെ നമ്മൾ ഏറ്റവും ട്രാഫിക് ഉള്ള സ്ഥലത്തൂടെ, അതും അങ്ങേറ്റത്തെ ക്യാവോസ് ഉള്ള സ്ഥലം, അത് ഇന്ത്യയിൽ ട്രാഫിക് ഇത് ഈ ഡ്രൈവിംഗ് പഠിച്ചവരുണ്ടല്ലോ, പിന്നെ ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിൽ പോവാം. അതുകൊണ്ടാണ് ലോകത്തിൽ ഈവൻ സ്പേസിൽ പോലും പോവാൻ യോഗ്യരായിട്ടുള്ള ഇന്ത്യക്കാരാണ്. കാരണം ഇത്രയും ഒരു വേഴ്സ് സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കൂ, എന്താ ഒരു വണ്ടി അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ സ്കൂട്ടുകാരൻ മുകളിൽ കൂടെ പോകും. ഇങ്ങനെയൊക്കെ ഫ്ലൈ ചെയ്തൊക്കെ പോകാനുള്ള കഴിവ് നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇവൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ പണ്ട് പഠിക്കുന്ന സമയത്ത് പറയും, കോഴിക്കോട്, ഞാൻ കാലിക്കറ്റിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ നിങ്ങൾ SM സ്ട്രീറ്റിൽ കേട്ടിട്ടുണ്ടോ? കാലിക്കറ്റിൽ വളരെ ഏറ്റവും തിരക്കുള്ള സ്ട്രീറ്റാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയും, കാല് രണ്ടും ചേർത്ത് വെച്ച് നടക്കണം. കാരണം ലേസർ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ സ്കൂട്ടറുകാരൻ പോയിട്ടുണ്ടാവുന്നത് കൂടെ. കാരണം അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞ പോലെ ഈ തരം ക്യാവോസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് പിന്നെ ഡ്രൈവിംഗ് ഒരു പേടിയാണോ? പേടിയുണ്ടോ? പറയൂ. എന്നാൽ തീരെ അത്ര ഒരു ഇത് പരിചയമില്ലാത്ത ഒരാള് വളരെ സൂക്ഷിച്ച് അങ്ങനെ പോകുന്നവർക്ക് എന്തും വണ്ടി എടുക്കാൻ പേടിയാണ്. അയ്യോ, അവിടെ ട്രാഫിക് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ബ്രേക്ക് ഇടാൻ തുടങ്ങി. ഈ തരത്തിൽ ജീവിതത്തെ നമ്മൾ അതുപോലെ കാണുന്നു. എന്നും ഒരു സിസ്റ്റമാറ്റിക്കായി ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വളരെ ചെറിയ പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ ആദ്യം അതിന്റെ ശക്തി കുറയും. പിന്നെ വലിയ പ്രശ്നങ്ങൾ പോലും ഒറ്റ കാര്യം ഓർക്കണം, when the mind gets mature, when the mind grows, the problems becomes weaker. When the mind becomes weaker, the problems grow stronger. There is seesaw. മൈൻഡിന്റെ പവർ കൂടുന്തോറും പ്രോബ്ലം വീക്കായി. ഇത് the play between the mind and the life. Mind and the life. Mind and life are two. It is not the same. Mind is the platform. Mind is the screen, and mind is the screen, and the life is reflected in the screen. ആണോ അല്ലയോ? Come on. അത് നമുക്ക് ക്ലിയർ ആയി കാണാൻ പറ്റും. Everything is reflected in the mind. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ത്രോൺ നമ്മൾ എടുത്തു കളയണം. ആ ത്രോൺ ഉള്ളിടത്തോളം കാലം ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും. ഇൻഫെക്ഷൻ വീണ്ടും ആ ഇൻഫെക്ഷൻ ആണ് നമ്മുടെ മെന്റൽ വീക്ക്നെസ്. നമ്മൾ സഫർ ചെയ്യുന്നത്, പെട്ടെന്ന് അപ്സെറ്റ് ആവുന്നത്, കരയുന്നത്. ആരെങ്കിലും മെന്റലി വീക്ക് ആവുന്നെങ്കിൽ അതിനർത്ഥം ഉള്ളിലൊരു എന്ത് കിടക്കുന്നുണ്ട്? ത്രോൺ കിടക്കുന്നുണ്ട്. അതവിടെ കിടക്കുക. അതുകൊണ്ടാണ് കരയുന്നത്. ആ കരച്ചിൽ മാറണമെന്നുണ്ടെങ്കിൽ, ആ വീക്ക്നെസ് മാറണമെന്നുണ്ടെങ്കിൽ, ആ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ മാറണമെന്നുണ്ടെങ്കിൽ ആ ത്രോൺ എടുത്ത് മാറണം. എന്തുകൊണ്ടാണ് ഇമോഷണലി ഡൗൺ ആവുന്നത്? കാരണം ആ പ്രോബ്ലത്തിനെ അക്കോമഡേറ്റ് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. മനസ്സിലാവുന്നല്ലോ. എന്നാൽ മൈൻഡ് കുറെ സ്ട്രോങ്ങർ ആയ, മെച്ചൂർഡ് ആയതോ ആ പ്രോബ്ലം ഒരു പ്രോബ്ലമല്ല. അതിന്റെ അർത്ഥം ആ ത്രോൺ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പോയി കഴിഞ്ഞു. ശരിയാണോ കൃഷ്ണൻ പറയുന്നത്? അതുകൊണ്ട്
അർജുന ഹത്വാവി ഇമാ ലോകാൻ, ഈ ലോകത്തെ നീ ഹത്വ കൊന്നാൽ പോലും അതൊന്നും നിന്നെ ബാധിക്കില്ല. എന്ന് വെച്ചാൽ ബാധിക്കില്ല പറഞ്ഞാൽ ഒരു റിഗ്രറ്റും നിന്റെ ഉള്ളിൽ റിഫ്ലക്ട് ചെയ്യില്ല. ഇപ്പൊ നമ്മുടെ പട്ടാളക്കാര് ബോർഡറിൽ എത്ര ആളുകളെയാണ് മറ്റേ ടെററിസ്റ്റിനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അതിൽ റിഗ്രറ്റ് ചെയ്യും. കാരണം അവരുടെ മുന്നിൽ ക്ലിയർ ആണ്, ഐ ഡിഡ് ഇറ്റ് ഫോർ മൈ നേഷൻ. അതിനൊരു സെൽഫിഷ് മൈൻഡ് ഇല്ല. ഉണ്ടോ? ഐ ഡിഡ് ഇറ്റ് മൈ നേഷൻ. നേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു നേഷന് വേണ്ടിയിട്ട് ഞാനൊരു ടെററിസ്റ്റിനെ കൊന്നു. അപ്പൊ ടെററിസ്റ്റ് എന്ന് പറയുന്ന ത്രോണിനെ ഞാൻ എടുത്തു മാറ്റി. ഇപ്പൊ നാഷനിലേക്ക് വരുന്ന ഒരു ത്രോ, ഒരു മുള്ള്, ഇവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന, ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന മുള്ളിനെ ഞാൻ വേറൊരു മുള്ളുകൊണ്ട്, അവരുടെ കയ്യിലും ഗണ്ണാണുള്ളത്, ഇവന്റെ കയ്യിലും ഗണ്ണാണ്, രണ്ടു കൂട്ടരുടെയും ഗണ്ണാണ്. പക്ഷെ ഒരു ഗൺ ഡിസ്ട്രക്റ്റീവാണ്, മറ്റൊരു ഗൺ ഡിസ്ട്രക്റ്റീവാണ്, പക്ഷെ കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്ഷൻ വ്യത്യാസമാണ്. ഒരു കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്ഷൻ, അവിടെയും ഡിസ്ട്രക്ഷൻ ഉണ്ട്. നമ്മളും തിരിച്ചു കൊല്ലുകയാണ്, ഒരു ലൈഫ് എടുത്ത് കളയാൻ. പക്ഷെ അതിലൊരു മോട്ടീവ് എന്താണ്? ഇന്റൻഷൻ എന്താണ്? ഒരു നാഷൻ കൺസ്ട്രക്ഷനാണ്, രാജ്യം ഉണ്ടാക്കുക, രാജ്യത്തെ നിർമ്മിക്കുക. എന്നാൽ മറ്റവനോ അവന് ഡിസ്ട്രക്ഷനാണ്, അവനുകൊണ്ടൊരു കൺസ്ട്രക്ഷൻ. അത് അവൻ്റെ ഒരു സെൽഫിഷ് ആയിട്ടുള്ള, ഇമാജിനറി ആയിട്ടുള്ള അവൻ്റെ ഒരു വേൾഡാണ്. അവൻ്റെ ഉള്ളിലൊരു കൺസ്ട്രക്ഷൻ, പക്ഷെ അത് മുഴുവൻ സെൽഫിഷ് സ്റ്റോറി, മുഴുവൻ സെൽഫിഷാണ്. എൻ്റെ റിലീജിയൻ, എൻ്റെ ഒരു വേൾഡ്. ഈ നക്സലുകൾക്ക് അവരുടെ ഒരു ഇമാജിനേഷൻ ഉണ്ടാവും. നക്സലുകൾക്ക് അവർക്കൊരു ഇമാജിനേഷൻ ഉണ്ട്, ഞങ്ങളുടെ ഒരു ലോകം. ടെററിസ്റ്റുകൾക്ക് അവരുടെ ഒരു ഇമാജിനേഷൻ, ആ ഒരു കൺസ്ട്രക്ഷൻ അവർക്കുണ്ട്. പക്ഷെ അത് മുഴുവൻ ഒരു നേഷൻ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. അവരുടെ ചെറിയൊരു സെൽഫിഷ് വേൾഡാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫിഷ് ഡിസ്ട്രക്റ്റീവ് മൈൻഡ് ഉണ്ട്. ആ സെൽഫിഷ് ഡിസ്ട്രക്റ്റീവ് സിസ്റ്റത്തിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറച്ചൊരു ഹാർഡ്നെസ് ഉണ്ടാക്കണം. അതിന് കുറച്ചൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു ഡിസ്ട്രക്റ്റീവ് സാധനത്തെ എടുത്ത് കളഞ്ഞാൽ ഡിസ്ട്രക്ഷൻ, ആ ഡിസ്ട്രക്ഷൻ നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്നത് നല്ല, നമുക്ക് ഹാപ്പി ആകില്ല, പക്ഷെ നമ്മൾ ചെയ്തേക്കും. അങ്ങനെ കുറച്ചൊരു ഹാർഡ്ഷിപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വീക്കർ സിസ്റ്റത്തിനെ എടുത്തു മാറ്റാൻ പറ്റിയാൽ ആ മൈൻഡ് ക്രമേണ stronger ആയി. And you will use the same destructive methods to construct your life. ഒന്നിനെ മാറ്റണമെങ്കിൽ അതിൽ വേറൊരു സാധനം ഉപയോഗിക്കണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഒരു ഭാഗത്തുള്ളത് അർജുന, കൗരവന്മാരുടെ കയ്യിൽ അവരുടെ ഡിസ്ട്രക്റ്റീവ് മൈൻഡാണ്. അവർ കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത് മുഴുവൻ സെൽഫിഷ്നെസ് ആണ്. യൂസ് ദ സെയിം ടെക്നിക്. യു ഓൾസോ ഡിസ്ട്രോയ്, ബട്ട് യുവർ ഇന്റൻഷൻ ഇസ് ടു കൺസ്ട്രക്ഷൻ ഇഷ്യൂ. മറക്കരുത്, ഒരു കൺസ്ട്രക്റ്റീവ് മൈൻഡ് നമ്മുടെ ഉള്ളിൽ. അപ്പൊ നമുക്കൊരു നല്ലൊരു ജീവിതത്തെ നമുക്കും നമ്മുടെ ചുറ്റുപാടിനും ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ തരത്തിൽ ഒരു ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഈ കുട്ടികൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കുക. ഇപ്പൊ കല്യാണം കഴിഞ്ഞു, അവരങ്ങനെ ലേസി ആയിട്ട് ജീവിക്കുകയാണ്. രാവിലെ എണീക്കണോ, കുറച്ചു നേരം ഇരുന്ന് യോഗ ചെയ്യണോ, പിന്നെ കുറച്ച് നേരം പ്രയർ ചെയ്യുന്നു. ഇതൊക്കെ ഒരു തുടക്കത്തിലൊരു വിഷമം തോന്നുകയാണെങ്കിലും കുറേ കഴിഞ്ഞ് കഴിഞ്ഞാലോ ആ മൈൻഡുകൾ തമ്മിലുള്ള ഒരു കണക്ടിവിറ്റി വളരെ കൂടുമ്പോൾ ക്രമേണ കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റും. കാരണം ഒരു ക്യാരക്ടറും പെർഫെക്റ്റ് അല്ല. എല്ലാ ക്യാരക്ടറിനും അതിൻ്റെതായിട്ടുള്ള സെൽഫിഷ്നെസ്സും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷനും ഉണ്ട്. പക്ഷെ നമ്മളൊരു നല്ലൊരു മൈൻഡോടുകൂടിയിട്ട് ജീവിതം തുടങ്ങുമ്പോൾ മറ്റൊരാളുടെ വീക്ക്നെസ്സിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ എന്താ പറ്റുന്നത്, പല ഫാമിലി ലൈഫിലും പലർക്കും മറ്റൊരാളുടെ വീക്ക്നെസ്സിനെ അബ്സോർബ് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ, കമാൺ I cannot tolerate, I cannot adjust, I can't. ഈ I can't എന്നുള്ളത് ഇങ്ങനെ പൊങ്ങുന്നു, എനിക്ക് ഒട്ടും പറ്റില്ല. ശരിയാണ് ഞാൻ പറഞ്ഞത്. കമാൺ. അപ്പൊ അവരെന്തുകൊണ്ടാണ് I can't പറഞ്ഞത്? കാരണം മറ്റൊരാളുടെ വീക്ക്നെസ്സിനെ അവര് വലിയ പ്രശ്നം. Oh, you so big. I can't. I cannot even explain how much I am suffering. So it is. അവരിങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തത് അവരുടേതായിട്ടുള്ള രീതിയിൽ വേദം വലിയൊരു ഇമാജിനറി സിസ്റ്റം, ഒരു പ്രോബ്ലം. എന്നാൽ അവർ അതേ മൈൻഡിനെ അവർ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ കുറെ കഴിഞ്ഞ് അവർക്ക് മനസ്സിലാവുന്നു
അങ്ങനെ മൈൻഡിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രശ്നമാണ്. മനസ്സിലാവണോ? അതിനാണ് രാവിലെ ഇത്തിരി ലൈഫിന് ടഫസ്റ്റ് സിറ്റുവേഷൻ കൊണ്ടുപോകണം. രാവിലെ നേരത്തെ എണീക്കണം, കുറച്ച് ഒരുമിച്ച് വയറ് ചൊല്ലണം, ഇതൊക്കെ ഒരുമിച്ചല്ലെങ്കിൽ ഒരാൾ കഴിഞ്ഞ് വേറൊരാൾ, അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൃഷ്ണൻ പറഞ്ഞപോലെ ഇന്ന നിബദ്ധ്യത. ഇപ്പം നമുക്ക് ലോകാന്ന ഹത്വാദിയൊന്നും വേണ്ടല്ലോ, നമുക്ക് ഇന്ന നിബദ്ധ്യത നമ്മളെ ഒന്നും കമാൺ ബാധിക്കില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഓർക്കുക, ഒരു വിഷമം വരുമ്പോൾ ആരെ ഓർക്കണം? നനഞ്ഞു പോകുന്ന ഒരാളെയാണ് ഓർക്കേണ്ടത്. ആരെയാണ് ഓർക്കേണ്ടത്? ഒരു പക്ഷിയെ ഓർക്കണം. ആ പക്ഷിയെ ഓർക്കുന്ന എന്തിനാണ്? ആ പക്ഷി എപ്രകാരമാണോ ചിറക് വിരിച്ചതിന്റെ വെള്ളമൊക്കെ കളയുന്നത്, അതുപോലെ ഇമ്മീഡിയറ്റ്ലി ഐ ഷുഡ് ഏബിൾ ടു ഡ്രോപ്പ് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ എപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ആരെന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ആ മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കാൻ. അതായത് ഒരു ടഫസ്റ്റ് സിറ്റുവേഷൻ നമുക്ക് തന്നാൽ ജീവിതം ടഫസ്റ്റ് ആയിക്കൊണ്ട് നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ നോക്കൂ, പലരും ഉണ്ടല്ലോ. ഇപ്പൊ ഈ UK ഒരു ലേഡിയാണ് കഴിഞ്ഞ പ്രൈം മിനിസ്റ്റർ ആയിട്ട്, ലിസ് എന്ന് പറയുന്ന ലേഡിയാണ്. 40 days ഞാൻ എക്കണോമി ശരിയാക്കുന്നു അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ ക്വിറ്റ് ചെയ്ത് പോകുന്നത്. പിന്നീട് ഋഷി വരുന്നു, അദ്ദേഹം ഫസ്റ്റ് സ്പീച്ചിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഈസി ഗോ. I have to take a very hard measures because the economy is completely disturbed. So I have to be taking a very bold decision. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ ക്ലിയർ പിക്ചർ കൊടുക്കുകയാണ്, ദ ഗോയിങ് വോണ്ട് ബി സ്മൂത്ത്. അത് ആദ്യമേ ഒരു ക്ലിയർ പിക്ചർ. ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾ കല്യാണം കഴിക്കുന്നു, ആദ്യമേ പറയണം, എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഒരു ഗെറ്റർ 5 o'clock, എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം രാവിലെ ചൊല്ലിയിരിക്കണം, എൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ രാവിലെ 21 പ്രാവശ്യം സൂര്യ നമസ്കാരം ചെയ്യണം. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു നോക്കൂ. മനസ്സിലായില്ല, ഒരുത്തനും കിട്ടില്ല സാധിക്കും. എന്നാൽ നിങ്ങൾ രാവിലെ 8 മണി വരെ കടന്ന് പോത്ത് പോലെ കടന്നുറങ്ങിക്കോ, 9 മണിക്ക് നിങ്ങൾക്ക് സുമാറ്റോന്ന് മറ്റൊരു വരും. ഇത് ഈ തരത്തിലുള്ള ലൈഫാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ആ ലൈഫൊന്നും ഒരു ലൈഫേ അല്ല. നിങ്ങൾ നമുക്ക് കുറേ കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു സാച്ചുറേഷൻ വരും. ഈ മൈൻഡിനൊരു പ്രത്യേകത ഉണ്ട്. മൈൻഡ് എന്ത് കുറേ കണ്ടിന്യൂ ചെയ്യണം, പിന്നെ അതിന് സാച്ചുറേഷൻ ഉണ്ടാവും, പിന്നെ അത് ബോറടിക്കണം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരുവിധ ആളുകൾക്കൊക്കെ കല്യാണം കഴിച്ച് 10 കൊല്ലം കഴിഞ്ഞ് ബോറടിച്ചു. സോ ലെറ്റ് us get out. ന്യൂ കല്യാണം. നമ്മുടെ ശശി തരൂർ വളരെ എക്സ്പേർട്ടായിരുന്നു. അതായത് ഇത് 15 കൊല്ലത്തിൽ അതിനപ്പുറത്ത് പോയാൽ ബോറടിച്ചു. 10 കൊല്ലം കഴിഞ്ഞാൽ ബോറടിച്ചു, പിന്നെ അത് വിട്ടു വരുന്നത്. ഇനിയിപ്പോൾ പുതിയ തരം എൻഗേജ്മെന്റ് കഴിഞ്ഞു പോകുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ലൈഫ് അങ്ങനെ ബോറടിച്ച് കാരണം അതിനൊരു എത്ര ഇന്റലക്ച്വലി കാര്യം നമുക്ക് കഴിവുണ്ടാവില്ല. പക്ഷെ ലൈഫിലൊരു കംപ്ലീറ്റ്ലി നമ്മളൊരു ടഫ് ലൈഫ് തന്നെ വേണം. ടഫിനെ നമ്മൾ ഈസി ആക്കണം, ടഫിനെ നമ്മൾ എൻജോയ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ സ്പോർട്സ്മാൻമാരെ, സ്പോർട്സ് ചെയ്യുന്ന ആളുകൾ, അവർ കുറേ കൂടി എനിക്ക് തോന്നുന്നു എൻജോയ് ചെയ്യുന്നത്. കാരണം അവരൊരു വളരെ ഹാർഡായിട്ടുള്ള കാര്യങ്ങളാണ്, ടഫായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഏറ്റെടുക്കുന്നത്. രാവിലെ ഏർലി മോർണിംഗ് 3 o'clock എണീറ്റ് അവർ എക്സസൈസും പ്രാക്ടീസും, പ്രത്യേകിച്ച് സ്പോർട്സിൽ നിങ്ങൾ ഈ ക്രിക്കറ്റ് വേൾഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണുമ്പോൾ നമ്മൾ കൂലി എന്താ അടിക്കുന്നത്, അപ്പോൾ അങ്ങനെ അടിച്ചോ പോലെ ഇങ്ങനെ അടിക്കണമെന്നൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നും. എന്നാൽ സൗത്ത് ആഫ്രിക്കയോട് ഇങ്ങനെ നാണം കെട്ട് തോക്കേണ്ടിയിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അവർ 3 മണിക്ക് എണീറ്റിട്ട് അവരുടെ എക്സസൈസും അവർ കഴിക്കേണ്ട ഫുഡും, നിങ്ങളിരുന്ന് പലതിങ്ങനെ കഴിക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ പാടില്ല, അവരുടെ ഡയറ്റിങ്, അവരുടെ ന്യൂട്രീഷനിസ്റ്റുമാരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്. ഈ ഒരു ഫ്രെയിമിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ കുറേ കഴിഞ്ഞാൽ ആ ലൈഫിനെ അവർ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ റിലാക്സ് ചെയ്തിട്ട് അവർക്ക് കളിക്കാൻ പറ്റുന്നത്. അല്ലാത്തവർക്ക് അവർക്ക് സ്പോർട്സിൽ നിൽക്കാൻ പറ്റില്ല. എന്നതുപോലെ ലൈഫും നമ്മൾ ഇത്തിരി ടഫസ്റ്റ് ആക്കിയാൽ, ഇനി അത്ര ടഫസ്റ്റ് വേണ്ട, ടഫറാക്കിയിട്ട് നമുക്ക് കുറച്ചതിന് എൻജോയ് ചെയ്യാൻ തുടങ്ങിയാൽ ലൈഫ് സ്മൂത്തായി പോകും. ഇന്ന നിബദ്ധതയെ ഒന്നും നമ്മളെ ബാധിക്കില്ല. ഇപ്പൊ എന്താണ് ബാധിക്കുക? ആ വാക്ക് വളരെ ശ്രദ്ധിക്കുക. ഇന്ന നിബദ്ധത, എ സ്ട്രോങ് മൈൻഡ് നെവർ ഹോൾഡ് എനിത്തിങ്, ഇറ്റ് വോണ്ട് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. A weak mind completely lasting. ഒരു വീക്ക് മൈൻഡ് എന്ന് പറയുന്നത് സ്പോഞ്ചാണ്.
എപ്രകാരമാണ് സ്പോഞ്ച് വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ബ്ലോട്ടിംഗ് പേപ്പർ കഴിഞ്ഞു. എ സ്ട്രോങ് മൈൻഡ് എന്ന് പറയുന്നത് പക്ഷിയുടെ ഫെദറാക്സ് അല്ലെങ്കിൽ ഒരു തട്ടില്ല. അത് ഓരോരുത്തരും ഗെറ്റിംഗ് അബ്സോർബ് പെട്ടെന്ന് അതിന് പ്രോപ്പർ. അർജുന, നിനക്ക് ആ തരത്തിലുള്ള മൈൻഡ് വേണം. അത് യു വാണ്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഹോൾ ഫിലിം. യുദ്ധകളത്തിന് എസ്കേപ്പ് ചെയ്യണം. നിനക്ക് ഈ തരത്തിൽ ഒരു മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുമ്പോഴും ആ മുള്ളുകൊണ്ട് എടുക്കുമ്പോഴും നീ വളരെ റിജോയ്സ്, വളരെ റിലാക്സ് ചെയ്തിട്ട് നിനക്ക് നിന്റെ ജീവിതം നിന്റെ ജോബ് കൊണ്ടുപോകണം. അങ്ങനെയെങ്കിൽ അതിന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് വഴി. അടുത്ത ശ്ലോകത്തേക്ക് കിടക്കാം. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാം ത്രിവിധാ കർമ്മ ചോദനാം കരണം കർമ്മ കർത്തേതി ത്രിവിധാ കർമ്മ സംഗ്രഹം. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാതാം ത്രിവിധാ കർമ്മ ചോദനാം കരണം കർമ്മ കർത്തേതി ത്രിവിധാ കർമ്മ സംഗ്രഹം. ഇതിനെ പറയാ ഒരു ടേം ഇത് പറയാം, ത്രിപുടി പറയും. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാനം. ജ്ഞാനം മീൻസ് നോളജ്. ജ്ഞേയം മീൻസ് ദ ഒബ്ജക്ട്. വാട്ട് ഐ വാണ്ട് ടു നോ. ദർ ഈസ് സം ഒബ്ജക്റ്റ് ഉണ്ടാവില്ല, എന്തെങ്കിലും അറിയേണ്ടതിന്. ഇപ്പൊ ഗീത ഈസ് എ ജ്ഞേയം. ആൻഡ് whatever I am understanding, that is the jnana. And who is knowing? Parijnata, the knower. For a knower and the object of knowledge and knowledge. ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ആ കുട്ടി ആ ഒരു പരിജ്ഞാത, ദെൻ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. പിന്നെ ആ സബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ജ്ഞാനം, അറിവ്. ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ഏത് മൂന്നും? ജ്ഞാനം, ജ്ഞേയം ആൻഡ് പരിജ്ഞാനം. ഈ കണക്റ്റഡിൽ നിന്നാണ് കൃഷ്ണൻ പറയുന്നത് കർമ്മചോദന. കർമ്മങ്ങൾക്ക് ചോദന, കർമ്മങ്ങൾക്ക് പ്രേരണ കൊടുക്കുന്നത്. ഇതിൽ നിന്നാണ് കരണം കർമ്മ കർത്ത. കരണം കർമ്മ കർത്ത. അപ്പൊ കർത്ത എന്ന് പറഞ്ഞാൽ ഡൂവർ, കർത്ത ഡൂവർ. കർമ്മം ആക്ഷൻ, പ്രവൃത്തി. ആൻഡ് കരണം ഇൻസ്ട്രുമെന്റ്സ്, നമ്മൾ കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരം, ഇന്ദ്രിയം. അപ്പൊ ഈ മൂന്നെണ്ണം, ആദ്യത്തെ മൂന്നെണ്ണം ഏതൊക്കെയാണ്? പരിജ്ഞാത, നോവർ, അറിയുന്ന ആള്, അറിയാനുള്ള വിഷയം, അറിവ്. ഇതാണ് നമ്മളെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഡൂവർ ഉണ്ട്, അവിടെ കുറെ ഓർഗൻസ് വേണം നമുക്കൊരു കാര്യം ചെയ്യാൻ. പിന്നെ കർമ്മം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. ഇതിൽ 2 പോയിന്റ്, 2 കാര്യങ്ങൾ അത് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യും. ഒന്നാമത്തേതില് പരിജ്ഞാത, ആരാണ്? അറിയുന്നവനും. 2 കർത്ത, ചെയ്യുന്നവനും. അറിയുന്നവനും ചെയ്യുന്നവനും. ഇത് രണ്ടും വാസ്തവത്തിൽ ഒരേ മൈൻഡ് തന്നെയാണ്, ഒരേ മനസ്സ് തന്നെയാണ്. അറിയുന്നവനും ചെയ്യുന്നവനും. അറിവുള്ളത് കൊണ്ടാണ് ഞാനൊരു കാര്യം ചെയ്യുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിക്കും. ഇപ്പൊ നിങ്ങൾ രാവിലെ ഇപ്പൊ ഒരു വീട്ടിലെ അമ്മ രാവിലെ ദോശയും സാമ്പാറും, രാവിലെ സാമ്പാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ജ്ഞാനം ഓൾറെഡി അവിടെ ഉണ്ട്. സാമ്പാറിന് വേണ്ട മസാലകൾ എന്താണ്, എത്ര ഉപ്പിടണം ഒക്കെ ഉണ്ട്, നോളജ്. ഇനി ഒബ്ജക്റ്റും അവിടെ ഉണ്ട്. ഇങ്ങനെയായിരിക്കും ചെയ്യുന്ന സമയത്ത് സപ്പോസ് അതിൽ ഒരു ഐറ്റം ഇല്ലാതെ പോയാൽ, ഒരു ഐറ്റം ഇല്ല, ജ്ഞാതാവ് ഡിസ്റ്റർബ്ഡായി. ഇതില്ലല്ലോ എന്നുള്ളത്. ആ ഡിസ്റ്റർബൻസ് മതി ആ കർമ്മത്തെ മുഴുവൻ സ്പോയിൽ ചെയ്യാൻ. ഒരു കർമ്മം മുഴുവൻ സ്പോയിൽ ചെയ്യാൻ ഒരു പരിജ്ഞാതാവ് വിചാരിച്ചാൽ കർമ്മം സ്പോയിലായി.
അപ്പോ നമ്മൾ കാണുന്ന ലോകത്തില് കുറവുകളുണ്ടാവും, കൂടുതലുണ്ടാവും, പലതും ഉണ്ടാവും. അങ്ങനെ പലതും നമ്മൾ കാണുന്ന സമയത്ത് ഈ ചെയ്യുന്ന ആള് ആദ്യമേ മനസ്സിൽ വിചാരിക്കണം, ഞാൻ ഇതുകൊണ്ട് മാനേജ് ചെയ്യും എന്നുള്ളൊരാൾക്ക് ഡിസ്റ്റർബൻസ് വളരെ കുറവായിരിക്കും. മനസ്സിലാവുക നിങ്ങൾക്ക്? അപ്പൊ ഈ പരിജ്ഞാതാവിന്റെ കഴിവിനനുസരിച്ചായിരിക്കും കർമ്മങ്ങളുടെ ക്വാളിറ്റി. ഈ പരിജ്ഞാതാവ് എന്ന് പറയുന്ന നോവർ, ആ നോവർ ഡിസ്റ്റർബ്ഡ് ആയാൽ ആക്ഷനും ഡിസ്റ്റർബ് ആയി. അപ്പൊ നിങ്ങൾ രാവിലെ സാമ്പാർ ശരിയായിരിക്കും, നിങ്ങൾ എന്താ പറയാ, ഉപ്പ് വേണ്ടത്തുണ്ടായിരുന്നില്ല, കറിവേപ്പിലുണ്ടായിരുന്നില്ല. അപ്പൊ ചെറിയൊരു കറിവേപ്പിലയുടെ കുറവ് കൊണ്ടാണ് സാമ്പാർ പറയും. എന്നാൽ ലേശം കഴിവുള്ള ഒരാളുകളുണ്ടല്ലോ, കറിവേപ്പിലേക്ക് പകരം കുറച്ച് മല്ലിയായിട്ട് ആടിപ്പൊളി സാമ്പാർ. ഇതെന്താ ഇത്ര സാമ്പാർ ഉഗ്രനായിട്ടുണ്ടല്ലോ? ഇന്ന് സാമ്പാർ ഉഗ്രനായിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ ഇന്ന് ചില വിദ്യാർത്ഥികൾ കൊണ്ടാണ്. അതുകൊണ്ട് ചില ആളുകൾക്ക് ഉള്ളത് കൊണ്ട് ഉത്സവം ഉണ്ടാക്കാം, ചിലവർക്ക് ചെറിയ കാര്യങ്ങളിൽ അവര് ഉള്ളതും കൂടി ഡിസ്റ്റർബ് ആണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഫുള്ളി നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ്. ആണോ? കമൺ. ആ ഒരു മൈൻഡ് സെറ്റ് ചെറുപ്പത്തിലേ ഡെവലപ്പ് ചെയ്യണം. ഏത് മൈൻഡ് സെറ്റ്? സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യമല്ല പറയുന്നത്, അതിന് എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞു വരുന്നത്. എന്താണ്? പുറത്ത് എന്തുണ്ട് എന്നുള്ളതല്ല, ഉള്ളതിനെ എങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നത്. നോക്കൂ, അങ്ങനെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം സുന്ദരമാണ്, ഈ ലോകം ഹാപ്പിയാണ്. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ ഒരാൾക്കും പറ്റില്ല. ആർ യു കംഫർട്ടബിൾ എന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? ഐ ആം കംഫർട്ടബിൾ എവരിവെയർ ഞാൻ കംഫർട്ടബിൾ ആണ്. ആണോ? നമുക്ക് ഇപ്പോഴാണ് നമ്മൾ ഡിസ്കംഫർട്ടബിൾ ആയത്. പണ്ട് കാലത്ത് നമ്മളൊക്കെ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് കുത്തനെ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ സൗകര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് അവിടെ കൊതുകുണ്ടാവും, ആര് നോക്കുന്നു, കേസ് എന്തൊക്കെ. കിട്ടിയ സീറ്റിൽ ഇരുന്നിട്ട് കൂർക്കം വലിച്ചോ ഉണ്ടാവില്ല. പണ്ട് കാലത്തൊക്കെ ഇവിടെ ജോയിന്റ് ഫാമിലിയിൽ ജീവിച്ച ആളോട് ചെയ്തു വെറും ഒരു പായ തലയിണയിൽ കിടന്നുറങ്ങിയിട്ടില്ല, ഉണ്ടാവില്ല. ഒരൊറ്റ ടവലുകൊണ്ട്, ഈ ടോപ്പ് കൊണ്ട് വീട്ടിലുള്ള സകലം കുളിച്ചിട്ടുണ്ടാവും. ഒരൊറ്റ ലൈഫ് ബോയ് സോപ്പ് കൊണ്ട് എല്ലാവരും തേച്ച് കുളിച്ചിട്ടുണ്ടാവും. ഇല്ല? ഉണ്ടോ? ഇല്ലയോ? അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാം, നമുക്ക് വളരെ ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കാൻ അറിയാം. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അന്ന് പിന്നെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആവാൻ കാരണം അത്രേ ഉള്ളൂ, നിവൃത്തിയില്ല. അന്ന് ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല, കാരണം വീട്ടിലുള്ളത് അത്രയൊക്കെയാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്നത്. പണ്ട് അമ്മമാര് തന്നെ സാരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി എടുക്കുന്നവരായിരുന്നു. കാരണം എല്ലാവർക്കും ഒന്നും എല്ലാം സഫീഷ്യന്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് ചോയ്സുകളും സാധനങ്ങളും കൂടിയപ്പോഴാണ് കംഫർട്ടിന്റെ ഡെഫിനിഷൻ മാറിയത്. ഇപ്പൊ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലേ നമ്മൾ കംഫർട്ടബിൾ ആയി മാറുള്ളൂ എന്ന് വന്നപ്പോൾ സൊസൈറ്റി ഡിസ്റ്റർബ്ഡ് ആയി. കാരണം പിന്നെ നമുക്ക് പലതിനും നമ്മൾ കംഫർട്ടബിൾ അല്ലാതെ. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, അർജുന, വാട്ട് ഈസ് ദേർ എന്നുള്ളതല്ല, ഹൗ ഐ ആം ഗോയിങ് ടു മാനേജ്. ഞാൻ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യും? അത് അങ്ങനെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ ലൈഫ് വളരെ കമോൺ ഹാപ്പിയാണോ അല്ലയോ? ഹാപ്പിയാണോ അല്ലയോ? ഞാൻ ഇക്കാര്യത്തിലൊക്കെ ഉണ്ടല്ലോ, പഴയ അമ്മമാരൊക്കെ തൊഴുതുകൂട്ടും. വീട്ടിലൊരു പക്ഷേ അവർ വിചാരിച്ച സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ളത് വെച്ചിട്ട് അവര് എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കുക. ആണോ? പറയും. കമോൺ. ഞാൻ തന്നെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള കുക്കുമാരുണ്ട്. ചില സമയത്ത് ചിലതൊന്നും തികയില്ല, പക്ഷെ എങ്ങനെ അവരിത് ഉണ്ടാക്കുന്ന അറിയില്ല, സംഗതി ഒപ്പിച്ചിട്ടുണ്ടാവും. ഈ പാലക്കാടുകാരുടെ സാമ്പാറിനെ കുറിച്ച് പറയും. ഒരു പക്ഷെ വലിയ ഫംഗ്ഷനിലൊക്കെ വരുമ്പോൾ സാമ്പാർ ലാസ്റ്റ് തീർന്നിട്ടുണ്ടാവും, പക്ഷെ ഏറ്റവും ഒടുവിൽ വിളമ്പിയ സാമ്പാറൊക്കെ എക്സലന്റ്. കാരണം കഞ്ഞിവെള്ളം നല്ലോണം ഒഴിച്ചിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും ഉണ്ടാകും. ഞാൻ പാലക്കാടുകാരെ കുറ്റം പറയുന്നത്, കാരണം അവർക്കറിയാം എങ്ങനെ പുതിയൊരു സാമ്പാർ കഞ്ഞിവെള്ളം കൊണ്ടും ഉണ്ടാക്കണം. കഞ്ഞിവെള്ളം ഊത്തടാന്ന് പേരിനകത്ത് സംഭവം. അതിനകത്ത് കഞ്ഞിവെള്ളം കുറച്ച് സാധനം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനറിയില്ലെങ്കിൽ സാമ്പാറല്ല. അപ്പൊ ഒരു പരാതിയില്ല, ഒരു പ്രശ്നവും. എന്നാൽ നമ്മൾ നോക്കൂ, ഇന്നിപ്പോ ഒരു വീട്ടിൽ 10 പേര് കയറുന്നു, 5 പേരെ വരണു പറഞ്ഞു, 10 പേര് വന്നു ചായ.
പിന്നെ കിടന്ന് ആകെ പ്രശ്നമാണ്. കാരണം 10 പേർക്ക് പകരം 5 പേർക്ക് പകരം ഇനിയിപ്പോ എന്താ ചെയ്യാൻ? മറ്റ് പഴയ ആളുകളുണ്ടല്ലോ, പഴയ ആളുകൾക്ക് 10, 15 ഒരു കുഴപ്പമില്ല, ഇപ്പൊ റെഡിയില്ല. ഇതെങ്ങനെയാ ചായ 10 എന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവർ വേണ്ടാത്തൊന്നും ഒഴിക്കില്ലല്ലോ. ഇത്തിരി ലക്ഷ്യത്തൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. അവരങ്ങനെ ഈ സോപ്പുകളൊന്നും ഒഴിച്ചൊന്നും വിചാരിക്കരുത്. അങ്ങനെ അവർ മാനേജ് ചെയ്യും. കാരണം അന്നത്തെ പാൽക്കാരൻ അങ്ങനെയായിരുന്നു. പാൽക്കാരൻ ഒരു വീട്ടിലും പാൽ എത്താതിരിക്കില്ല. അവന്റെ വീട്ടിൽ ഒരുപക്ഷെ പശു കൊടുക്കുന്ന പാല് കുറവായാലും വീടുകളിൽ അവൻ കമ്മിറ്റ് ചെയ്ത പാൽ എല്ലാവർക്കും കിട്ടിയില്ല. അത്ര സ്കിൽഡ് ആളുകളായി. ഇത് മാനേജ് ചെയ്യാനുള്ള കഴിയും. അല്ലെ, ശരിയല്ലത്? പണ്ട് കാലത്ത് മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇന്ന് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ദ മെയിൻ തിങ്, നമ്മൾ ആ കംഫർട്ടിലേക്ക് അങ്ങനെ പോയി ഇപ്പൊ നമുക്ക് ഡിസ്കംഫർട്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ തന്നെ നോക്കാറുണ്ട്, പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ കൊതുകൊന്നും കടിച്ച ഒരു പ്രശ്നം. ഇപ്പൊ ഒരു കൊതുക് കടിച്ചാൽ നമുക്ക് ഡിസ്റ്റർബ്. കാരണം അങ്ങനെ കൊതുകില്ലാതെ ജീവിച്ച് കൊതുക് എല്ലാം ഔട്ടാവണം. നമ്മൾ ഔട്ടാവുന്നത് ഉറപ്പാണ്. പക്ഷെ എന്നാൽ അവരെ ഔട്ടാക്കി നമുക്കിപ്പോ അവര് വന്നാൽ ഡിസ്റ്റർബ് ആയി.